എനിക്ക് ഏതായാലും യൂട്യൂബ് ചാനലൊന്നുമില്ല കേട്ടോ. ഞാൻ ആരെയും വിട്ടിട്ട്, എൻ്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ കാശാക്കുന്നൊന്നുമില്ല. എനിക്ക് യൂട്യൂബ് ചാനലുമില്ല. എനിക്ക് ഇൻസ്റ്റയിൽ തൊട്ട് വരുമാനവും വരുന്നില്ല. അത് അറിയാവുന്നവർക്കറിയാം. എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല. ഞാനിപ്പം ചെറിയ ചെറിയ അഭിനയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. രേണു സുധി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ കണ്ടു കാണാൻ സാധ്യതയില്ല. ഞാൻ ആ വീഡിയോ നിങ്ങളെ കാണിക്കാം. അതിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. അത് വേറൊന്നുമല്ല, ഈ ഒരു രേണു സുധി അന്തരിച്ച ആ ഒരു അനുഗ്രഹീത കലാകാരൻ്റെ പേരും പറഞ്ഞു വന്നിരുന്ന പല പരിപാടികൾ കാണിക്കുമ്പോൾ അവരെ ഞാൻ വിമർശിക്കാറുണ്ട്. അതല്ലാതെ അവരുടെ ഡ്രസ്സ് ഇടുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്, നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ എന്ത് തേങ്ങ ഇടുമെന്നുള്ളത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ അവരുടെ ഡ്രസ്സിങ്ങിനെ ഞാനൊരു പരിധിയിൽ കൂടുതലൊന്നും പറയാറില്ല. എന്നാൽ പരിധിയിൽ കൂടുതൽ പറയില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ചില സാഹചര്യങ്ങളിൽ അത് സംസാരിക്കേണ്ട ഒരു വിഷയമായി മാറാറുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ തന്നെ ഇവരുടെ ഒരു വീഡിയോ എടുക്കുന്നത്, ഒരു സെൽഫി ഒരു വീഡിയോ എടുത്തിട്ട് അവരുടെ ചാനലിൽ ഇട്ടിരിക്കുന്നതാണ്. അതിൽ അവരിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് അപ്പോൾ അവരുടെ കുറച്ച് ക്ലീവേജ് കാണാം. അത് തന്നെ അവരിങ്ങനെ പൊക്കിപ്പിടിച്ച് അവരുടെ ഡ്രസ്സ് വെച്ച് മറയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പം ഞാൻ നല്ല രീതിയിൽ വിമർശിച്ചു. അത് വേറൊന്നും കൊണ്ടല്ല, ഇത് ഒരു ഓൺലൈൻ മീഡിയ ചാനലിലൊന്നും വന്നൊരു വീഡിയോ അല്ല, അവരുടെ തന്നെ സ്വന്തം അക്കൗണ്ടിൽ അവരിട്ടിരിക്കുന്ന ഒരു വീഡിയോ. അവർക്കത് ഡിസ്കംഫേർട്ട് ആണെങ്കിൽ, ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് കാണുന്നുണ്ട്, അത് നാട്ടുകാർ കാണുന്ന അവർക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ആ ഒരു വീഡിയോ ഇടാതിരുന്നാൽ പോരെ. എന്നാൽ അതെടുത്ത് അതിനകത്ത് കാണുന്നുണ്ട്, അതവർ മറയ്ക്കുന്നു, എന്നിട്ട് അതെടുത്ത് ഇടുന്നു. എന്തിനിങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നു? ഇതൊരു ചോദ്യമല്ലേ? ഈ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു. ഈ ഒരു കേസിലാണ് കൂടുതലും അവരെ ഞാൻ വിമർശിക്കാറുള്ളത്, അവരുടെ ഈ ഒരു ഡ്രസ്സിങ്ങിനെ. അല്ലാതെ വേറൊന്നിലും നമുക്കറിയേണ്ട കാര്യമില്ല. ചില ഓൺലൈൻ മീഡിയ ചാനൽസിലൊക്കെ വരുമ്പോഴും ഇവരുടെ വീഡിയോകൾ ഇവരെല്ലായിടത്തും ഈ ഒരു പരിപാടി ഇങ്ങനെ കാണിക്കും. അവർക്കതൊന്നെങ്കിൽ ഡിസ്കംഫേർട്ടാണ്. ഇപ്പോൾ ഓൺലൈൻ മീഡിയക്കാരത് എടുക്കുമ്പോൾ ഇത് കാണുന്നുണ്ടെന്ന് അവർക്ക് ഡിസ്കംഫേർട്ടാണ്, അത് നാട്ടുകാർ കാണണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ഓൺലൈൻ മീഡിയക്കാരോടും പറയണ്ട, അത് പറയാം, ലൈക്ക് അത് ഇങ്ങനെയാണ്, അത് എടുക്കേണ്ട എന്നുള്ളത്. ഇല്ലെങ്കിൽ അത് പോട്ടെ, അത് നമുക്ക് വേണ്ടാന്ന് വെക്കാം, അത് അവരുടെ പോട്ടെ, ലീവ് ഇറ്റ്. പക്ഷെ അവരുടെ സ്വന്തം അക്കൗണ്ടിൽ അവരൊരു വീഡിയോ ഇടുമ്പം അവിടെയും ഈ സാധനം കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കി, ഈ വീഡിയോ കണ്ടിട്ടാണല്ലോ അവരെടുത്തിടുന്നത്. അപ്പോൾ അത്ര ഒരു ഡിസ്കംഫേർട്ട് ആണെങ്കിൽ പിന്നെ എന്തിന് ഇവരിതിട്ട് പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കുന്നു? എന്നിട്ട് നാട്ടുകാർ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം കുറ്റമാണോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇനി അതൊക്കെ പോട്ടെ, ലീവ് ഇറ്റ്, എല്ലാം ഞാൻ വിടുന്നു. എന്നാൽ രേണുവിൻ്റെ പുതിയ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ ഇതൊന്ന് കാണിച്ചു തരാം. അതിനകത്ത് ഈ ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചേ പറ്റുള്ളൂ. പിന്നെ ആദ്യമേ തന്നെ രേണു സുധി ചേച്ചിയോട് ഞാനൊരു കാര്യം പറയാം. രേണു സുധി ചേച്ചി, എനിക്ക് ചേച്ചിയോട് പേഴ്സണലായിട്ട് ഒരു ദേഷ്യവും ഇല്ല. ചേച്ചിയുടെ ചില കാട്ടായങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ചാനൽ വഴി ഇട്ടാലും ശരി, ഇപ്പോൾ ഓൺലൈൻ മീഡിയ വഴി കണ്ടാലും ശരി, നമ്മളൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് അതിനകത്തൊരു കാര്യം പറഞ്ഞുകൂടെ? തെറ്റ് കണ്ടാൽ അല്ലെങ്കിൽ ശരി കണ്ടാൽ നമുക്ക് സംസാരിക്കാൻ ചേച്ചി, അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. വേറൊരു കാര്യം കൂടെ, രേണു സുധി, നിങ്ങളെ വെച്ച് മാത്രമല്ല ഞാനൊക്കെ വീഡിയോ ചെയ്യുന്നത്, ഞാൻ വേറെ പല ആൾക്കാരെയും ചെയ്യാറുണ്ട്. നിങ്ങളെപ്പോലുള്ള പല ആളുകളെയും, പല ചേച്ചിമാരെയും ചേട്ടന്മാരെയും ഒക്കെ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകളും എല്ലാം നമ്മൾ ചെയ്യുന്ന ആളുകളാണ്. മനസ്സിലായില്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. അല്ല, നിങ്ങളെ വെച്ച് മാത്രമല്ല നമ്മൾ കാശുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചേട്ടൻ്റെ പേര് പറഞ്ഞിട്ടല്ല നമ്മൾ കാശുണ്ടാക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് ജീവിച്ചുകൊണ്ട് പോകുന്നത് ആ ഒരു ചേട്ടനെ വെച്ച് തന്നെയാണ്. അത് ഞാൻ ഇപ്പോഴും പറയും. അതുകൊണ്ട് മാത്രമാണ് എവിടെ നിങ്ങളുണ്ടോ അവിടെ നിങ്ങൾ ആ പേര് കൊണ്ടുവരുന്നുണ്ട്, ആ ചേട്ടൻ്റെ. അതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് ഇന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ യൂട്യൂബേഴ്സിനെ വിമർശിച്ചൊരു വീഡിയോ ചെയ്യുമ്പോൾ പോലും അവിടെയും ആ പാവൻ ചേട്ടൻ, ആ മരിച്ചുപോയ ആ വ്യക്തിയെ എന്തിനു നിങ്ങൾ വലിച്ചിടുന്നു? ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ. ഹായ്, നമസ്കാരം. ഞാൻ രേണു സുധിയാണ്. അറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും. കുറ്റം പറയാനാണെങ്കിലും അറിയാമല്ലോ. സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് നന്ദി, കുറ്റം പറയുന്നവർക്ക് നന്ദി. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ, ഞാൻ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടു യൂട്യൂബിൽ. എൻ്റെ കണ്ടൻറ്റ്, എൻ്റെ പേര് വെച്ചിട്ട് എന്നെ കുറ്റം പറഞ്ഞ് കുറേ പേരിങ്ങനെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ ഒരുപാട് സന്തോഷമുള്ളൂ, വേറൊന്നുമല്ല. എൻ്റെ ഒരു പേര് വെച്ചിട്ട് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, വ്യൂസ് കൂട്ടുന്നുണ്ടല്ലോ, ഒത്തിരി സന്തോഷം. ഞാൻ കാരണം അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടായല്ലോ. എനിക്ക് വിഷമമൊന്നുമില്ല കേട്ടോ. കാരണം എന്ത് കാരണം ചേച്ചിക്ക് എന്തിനാണ് വിഷമം? ചേച്ചിക്ക് തന്നെ അറിയാം, ഇല്ലയോ? ഇതൊരു ചേച്ചിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊമോഷൻ. നാട്ടുകാർ തന്നെ ഇപ്പോൾ കുറേ പേര് വന്ന് കമൻറ്റ് ഇടും, എനിക്കറിയാം, നിങ്ങൾ തന്നെയാണ് ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞ്. നെഗറ്റീവ് പ്രൊമോഷൻ, അത് നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ടറിയാം നിങ്ങൾക്ക് ആ ഒരു സൈഡിൽ കൂടെ കിട്ടുന്നുണ്ടെന്ന്. അപ്പോൾ പിന്നെ നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിയുണ്ട് അങ്ങ് മരിച്ച് മേളിലിരിക്കുന്നത്, പുള്ളി ഇതെല്ലാം കാണുന്നുണ്ട്. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി, ബാക്കി നമുക്ക് കാണാം.
നിങ്ങളൊക്കെ എന്നെ അറിയാതാണ് പറയുന്നത്. സോ എനിക്ക് ഒരു വിഷമവുമില്ല. എനിക്ക് ഏതായാലും യൂട്യൂബ് ചാനലൊന്നുമില്ല കേട്ടോ. ഞാൻ ആരെയും വിട്ടിട്ട്, എൻ്റെ ഏട്ടനെ വിട്ടിട്ട് ഞാൻ കാശാക്കുന്നൊന്നുമില്ല. എനിക്ക് യൂട്യൂബ് ചാനലും ഇല്ല. എനിക്ക് ഇൻസ്റ്റയിൽ തൊട്ട് വരുമാനവും വരുന്നില്ല. അത് അറിയാവുന്നവർക്കറിയാം. എനിക്ക് ഫേസ്ബുക്കിൽ നിന്നും വരുമാനം വരുന്നില്ല. ഞാനിപ്പം ചെറിയ ചെറിയ അഭിനയിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. താങ്ക് യു. നിങ്ങൾക്ക് എന്തിനാണ് ഒരു ഫേസ്ബുക്ക് ചാനലും ഒരു യൂട്യൂബ് ചാനലും ഒക്കെ? നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? ഇനി അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നാട്ടുകാർ നിങ്ങളെ പൊങ്കാലയിട്ട് കൊന്നേനെ. കാരണം നിങ്ങളിടുന്ന വീഡിയോയിലെല്ലാം ആ ചേട്ടൻ്റെ പേര് നിങ്ങൾ അവിടെ ഇരുന്നും പറഞ്ഞേനെ. അങ്ങനെ നിങ്ങൾ മറ്റേ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കും. സഹതാപ ഓട്ടം എന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ സഹതാപ വ്യൂസ് നിങ്ങൾ ഒരു സൈഡിൽ കൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കും. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തിരിച്ചടിയാവുമെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി നിങ്ങൾക്കുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇല്ലെങ്കിൽ ഈ കാണുന്നവർ വിശ്വസിക്കുക, ഇവരങ്ങനെ ചെയ്യത്തില്ല, ചെയ്ത് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. അങ്ങനെ ചെയ്ത പല ആളുകളും കുറച്ച് കഴിയുമ്പോൾ ഇവിടെ താന്നു പോയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവർ ഈ പറയുന്നത് പോലെ നിങ്ങളെ വിറ്റ് മാത്രമാണ് ഞങ്ങൾ ചേച്ചി, അത് നിങ്ങൾ വേറെ വീഡിയോകൾ കാണാത്തതുകൊണ്ടാണ്. നിങ്ങൾ കുത്തിയിരുന്ന് രേണു സുധി ന്യൂ വ്യൂസ് അല്ലെങ്കിൽ വീഡിയോസ് അല്ലെങ്കിൽ രേണു സുധി ലേറ്റസ്റ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മളെപ്പോലുള്ള ആളുകൾ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. അത് മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ. നിങ്ങൾ വേറൊന്നും തപ്പാത്തതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ കാണുന്ന ചാനലിലൊക്കെ നിങ്ങൾ പോയി നോക്കണം, ഇത് മാത്രമാണോ അവർ ചെയ്യുന്ന, വേറെ വീഡിയോകൾ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളെ വിറ്റ് മാത്രമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സുധിച്ചേട്ടൻ്റെ പേര് ഇവിടെ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണമാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഒരാളും ആ വ്യക്തിയുടെ പേര് പറയില്ല. നിങ്ങൾ വന്നിരുന്ന് ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ആ പുള്ളിയുടെ പേര് എല്ലാവരും, എന്നെ പോലെ ചെയ്യുന്ന എല്ലാവരും, ഒരു ന്യൂസ് ചാനലാണെങ്കിൽ പോലും ആ പുള്ളിയുടെ പേര് വരും. അത് നിങ്ങൾ വേണം മനസ്സിലാക്കാൻ, അല്ലാതെ നമ്മളല്ല മനസ്സിലാക്കേണ്ടത്. നിങ്ങളത് മനസ്സിലാക്കി അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളില്ല. പിന്നെ നിങ്ങളുടെ കാട്ടായങ്ങൾ, നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ തുണി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം. പക്ഷെ അത് വെച്ചിട്ടുള്ള ഒരു വേറെ ടൈപ്പ് ഓഫ് ഒരു പ്രൊമോഷൻ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്ക് തിരിച്ചടിയായി മാറും. പിന്നെ ഈ വ്യക്തിയുടെ, ആ ചേട്ടൻ്റെ പേര് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഇൻ്റർവ്യൂവിന് നിങ്ങൾ വന്നിരുന്നാൽ പോലും നിങ്ങൾ വീഡിയോ കാണുന്നവരെന്നോ ആലോചിച്ച് നോക്കിയോ, അല്ലെങ്കിൽ നിങ്ങൾ പോയി സെർച്ച് ചെയ്തോ, ഇവരുടെ ഏതൊരു വീഡിയോ ഉണ്ടെങ്കിലും അതിനകത്ത് ആ ചേട്ടനെ പിടിച്ചിടും എവിടെയെങ്കിലും ഒക്കെ ആയിട്ട്. ഇല്ലേ? എന്തിൻ്റെ ആവശ്യം? ഒന്നും വേണ്ട. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം ഇവർ അഭിനയിച്ചതാണ്. അതിനകത്തും സ്റ്റാർട്ടിങ്ങിൽ എന്താണ് സുധിച്ചേട്ടന് നന്ദിന്നോ എന്തോ സംതിങ്, നന്ദിന്നല്ല, ഇത് ഓർമ്മകളിൽ സുധിച്ചേട്ടനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു സാധനമൊക്കെ അതിൻ്റെ തുടക്കത്തിൽ. എന്ത് കാര്യത്തിനത്? എന്തിനാ അത്? ഇവരുണ്ടെങ്കിൽ അവിടെ സുധിച്ചേട്ടനുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയെ പിടിച്ചങ്ങോട്ട് ഇടും. അതിൻ്റെ ആവശ്യമുണ്ടോ? അതേ എല്ലാവരും ചോദിക്കുന്നുള്ളൂ. ആ വ്യക്തി മരിച്ചു, അത് കഴിഞ്ഞു. ഇനിയും വീണ്ടും അത് വെച്ചിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഉണ്ടല്ലോ. ഒരു ഷോർട്ട് ഫിലിം ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. ഇവിടെ സിനിമകളൊക്കെ വരാൻ നേരത്തെ അതിനകത്ത് സമർപ്പണം പരിപാടികളൊക്കെ എഴുതാറുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങളുടെ കേസ് വരുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് അഭിനയിച്ചാൽ, നിങ്ങളൊരു ചെറിയൊരു റോള് ചെയ്താൽ, അവിടെ ഈ വ്യക്തിയെ കൊണ്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് സമർപ്പണമെന്നും പറഞ്ഞ് എഴുതി കാണിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമേ ഞാൻ ചോദിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ഓൺ ഒരു പ്രൊഡക്റ്റ് വരിക, നിങ്ങൾ ഡയറക്റ്റ് ചെയ്തൊരു സാധനം വരിക, അവിടെ നിങ്ങൾ എഴുതി കാണിക്കുന്നതിനകത്തൊരു അർത്ഥമുണ്ട്. അല്ലാതെ നിങ്ങൾ അഭിനയിക്കുന്ന ഷോർട്ട് ഫിലിമിലൊക്കെ കൊണ്ടുവന്ന് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതൊന്നെങ്കിൽ ആ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടറോ അല്ലെങ്കിൽ അതിന് കാശിറക്കുന്ന ആൾക്കാരുടെയോ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതിന് കൂട്ട് നിൽക്കരുത് നിങ്ങളെന്ന് ഞാൻ പറയത്തുള്ളൂ. എന്തിനാ അതിൻ്റെ ആവശ്യം? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ അഭിനയിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ അഭിനയിച്ച് ജീവിക്കുക. നിങ്ങൾ അഭിനയിച്ച്, നിങ്ങൾക്ക് അഭിനയത്തിൽ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിച്ച് അഭിനയിച്ച് നിങ്ങൾ ജീവിക്കുക. നിങ്ങൾ ജീവിക്കണം. ആ വലിയൊരു മനുഷ്യനുണ്ടായിരുന്നു, ഒരു കലാകാരൻ, അയാളുടെ ഭാര്യയാണ് നിങ്ങൾ അങ്ങനെ തന്നെ ജീവിക്കുന്നത് കാണാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആ പുള്ളിയെ വലിച്ചിഴക്കരുത്, അദ്ദേഹത്തിൻ്റെ പേര് വലിച്ചിടരുത്. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. വീഡിയോ കാണുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. കൂടാതെ അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.